നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിൽ രാമക്ഷേത്രം കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370. മുത്തലാഖ് നിരോധനം. ഉത്തരാഖണ്ഡിലെങ്കിലും എല്ലാവർക്കും ഒരേ വ്യക്തി നിയമം ഉറപ്പാക്കി യൂണിഫോം സിവിൽ കോഡ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമവും. ഭരണഘടനയും പാർലമെൻറ്റും പഴയ രാജസദസ്സിനും ചെങ്കോലിനും വഴിമാറി മോദിക്ക് നീണാൾ വാഴട്ടെ മുഴക്കുമ്പോൾ പ്രതിപക്ഷത്ത് രക്ഷകരുടെ വേഷമണിഞ്ഞവർക്ക് എന്ത് കളിയാണ് ഇനി ബാക്കിയുള്ളത്? മതേതര രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് കരുതിയവർ പ്രാണപ്രതിഷ്ഠയുടെ പ്രചാരകരാകുന്നു. മണിപ്പൂരിന് ശേഷം ഉത്തരാഖണ്ഡിൽ ഉയരുന്ന വെടിയൊച്ചകൾക്ക് നടുവിൽ മോദിക്കൊപ്പമിരുന്ന് ചിലർ ഉച്ചയൂണ് കഴിക്കുന്നു. ഫെഡറൽ മൂല്യങ്ങൾ വരെ കാറ്റിൽ പറത്തി കേരളം പോലെ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഇച്ഛ വരപ്പിക്കുമ്പോൾ മോദിക്കെതിരെ ഒരു കൈവിരൽ പോലും ഉയർത്താതെ ഡൽഹിയിൽ ചെന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പിണറായിയെ അപഹസിക്കുന്നു. പാർലമെൻറ്റിൻ്റെ അവസാന ദിവസ സമ്മേളനത്തിലെ ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾക്ക് BJPക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ ആര് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ JS ഷിജു ഖാൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് BG വിഷ്ണു എന്നിവർ. ഏറ്റവും ആദ്യം ഷിജു ഖാനിലേക്കാണ് പോകുന്നത്. ഷിജു, പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദം നമുക്ക് കാണാനാകുന്നത് ഞാൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു. BJP, മോദി, അമിത്ഷായുടെ ആത്മവിശ്വാസം ഇപ്പോഴും രാമക്ഷേത്രത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിലും ഒക്കെ തന്നെയാണ്. ഇത് ഏത് രീതിയിലുള്ള കാഴ്ചയായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ നിലപാടുമായിട്ട് BJP 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് വളരെ മുമ്പേ തന്നെ ഇടതുപക്ഷം മനസ്സിലാക്കുകയും ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും മതേതര പ്രസ്ഥാനങ്ങളുമായിട്ടും കൈകോർത്തുകൊണ്ട് BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഒരു പുതിയ സംഭവമായിട്ടല്ല വാസ്തവത്തിൽ BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അജണ്ടകളെ നമ്മൾ കാണേണ്ടത്. RSS വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ അജണ്ടകളുടെ പ്രയോഗവൽക്കരണമാണ് പാർലമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ BJP ഇപ്പോൾ ചെയ്തു വരുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാട് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷമാണ്. CPIM അടക്കമുള്ള പാർട്ടികൾ നടത്തിയിട്ടുള്ള ശക്തമായ നിലപാടാണ് വാസ്തവത്തിൽ പിന്നീട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ പോലും ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. AICC നിലപാട് പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒട്ടനേകം നേതാക്കന്മാർ ഗുജറാത്തിലെ, ഹിമാചൽ പ്രദേശിലെ, മഹാരാഷ്ട്രയിലെ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ ഘട്ടത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള ബില്ല് പാസ്സായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നേ ഉള്ളൂ. അതേ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത് അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റേതായിട്ടുള്ള മദ്രസ പൊളിക്കുന്ന നിലപാടും ആ ഘട്ടത്തിലുണ്ടായ സംഘർഷങ്ങളും ഉത്തരാഖണ്ഡിൽ വലിയ നിലയിലുള്ള അസ്വസ്ഥതകൾ ജനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷായുടെയും അതോടൊപ്പം നരേന്ദ്രമോദിയുടെയും ഒക്കെ നിലപാടുകൾ ഇപ്പോൾ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് രാജ്യത്ത് നടപ്പാക്കും എന്ന നിലപാടിലേക്കാണ് അവരെത്തി നിൽക്കുന്നത്. ഈ ആക്ട് രാജ്യത്ത് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടും വളരെ വലിയ നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്. അതൊന്നും അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തെ ഒന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഈ പൗരത്വ നിയമം രാജ്യത്ത് ഞങ്ങൾ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മതേതരത്വത്തെയും
ജനാധിപത്യത്തെയും സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഇന്ന് ഈ നിലപാടിലൂടെ ഉയർന്നു വരുന്നത്. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ശക്തമായി പ്രതിരോധിക്കേണ്ട കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ മതേതരവാദികളെ വളരെയധികം പിന്നീട് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിൽ, അതോടൊപ്പം രാമക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിൽ, ഈ CAA പോലുള്ള ഘട്ടങ്ങളിൽ, മുത്തലാഖ് നിരോധന നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ, കാശ്മീരിൻ്റെ വിഭജനം പോലുള്ള ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷം ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡൽഹിയിൽ നടത്തിയ BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു വലിയ ശക്തമായിട്ടുള്ള കേന്ദ്രമായി ഇന്ത്യയിലെ ഇടതുപക്ഷം കേരളം നടത്തിയ ഡൽഹിയിലെ സമരം മാറി. ആ സമരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ലാൽ ഇതിൻ്റെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നതായിരുന്നു കുറച്ചു കാലമായി കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമെങ്കിൽ, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് ഭാവിയുണ്ടോ എന്ന ചോദ്യമാണ് ഡൽഹി സമരം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. CPIM-ൻ്റെ, CPI-യുടെ, കേരള കോൺഗ്രസിൻ്റെ, അതോടൊപ്പം മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടതുപക്ഷ നിലപാട് ഉയർത്തുന്ന, ജനാധിപത്യ നിലപാട് ഉയർത്തുന്ന പാർട്ടികളുടേത് മാത്രമല്ല, ആം ആദ്മി പാർട്ടി അടക്കം, SP അടക്കം, കോൺഗ്രസിൻ്റെ മുൻ നേതാവ് കപിൽ സിബൽ അടക്കം, പഞ്ചാബിലെയും തമിഴ്നാട്ടിലെയും പഞ്ചാബിലെയും അതോടൊപ്പം ഡൽഹിയിലെയും മുഖ്യമന്ത്രിമാരടക്കം, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അടക്കം, തമിഴ്നാട്ടിലെ മന്ത്രി അടക്കം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലാൽ, പാർലമെൻറ്റിൽ നിങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ടെന്നോ എത്ര നിയമസഭകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നോ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ BJPക്കെതിരായിട്ട് ഞങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, എന്താണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്? മര്യാദയ്ക്ക് BJPയെ എതിർക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ BJPക്കെതിരെ പ്രതിരോധിക്കാൻ നിലപാടുകൾ എടുക്കുന്നവരെ പോലും പരിഹസിക്കുകയും അവരെ മുടക്കുകയും ചെയ്യുന്ന നിലപാട് പോലും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അത് ഉണ്ട് എന്നുള്ളത് ഈ പാർലമെൻറ്റ് അവസാനിക്കുന്ന ഘട്ടങ്ങളിൽ പോലും, ആ സെഷൻ അവസാനിക്കുന്ന ഘട്ടങ്ങളിൽ പോലും, അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ പോലും കാണുന്ന കാഴ്ചകൾ, ഡൽഹിയിൽ നിന്ന് വരുന്ന ചില സ്ഫുരണങ്ങൾ ഒക്കെ ആ രീതിയിലാണ് സൂചനകൾ നൽകുന്നത്. എന്തുകൊണ്ടാണിത്? ഡോക്ടർ ലാല്, ഈ കോൺഗ്രസിന്റെ കുറ്റം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ കുറിച്ച് വിമർശിക്കാൻ പറ്റും. പ്രത്യക്ഷത്തിൽ ഇന്ത്യയിൽ BJPക്കെതിരെ പോരാടാൻ കെൽപ്പുള്ള ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷിജു ഖാൻ ഇടതുപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. ആരാണ് ഇടതുപക്ഷം എന്നൊരു ചോദ്യം ഈ അടുത്ത കാലത്ത് എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി കരുതുന്നത് അവരാണ് ഇടതുപക്ഷം എന്നാണ്. ഞാൻ കൂടുതലെങ്കും ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മിനിങ്ങാന്നത്തെ ബജറ്റിൽ അവരുടെ നയമാറ്റം നമ്മൾ കണ്ടതാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കൊണ്ടുവന്ന സ്വാശ്രയ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ പോരാടിയവർ ഇന്നതെല്ലാം അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം അവിടെ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ തീരുമാനമാണ് CPM അംഗീകരിച്ചത്. പിന്നെ ഇടതുപക്ഷം എന്ന് സ്വയം അവർ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിന് പാർലമെന്റിൽ അംഗങ്ങൾ കുറവാണ്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷത്തിന്റെ പേരെന്താണ്? കോൺഗ്രസ് എന്നാണ് പേര്. കേരളത്തിൽ UDF, കേരളം വിട്ടാൽ നിങ്ങൾ നോക്കൂ, BJP പ്രതിപക്ഷം ആണെങ്കിൽ കോൺഗ്രസ് ഭരണപക്ഷം, കോൺഗ്രസ് പ്രതിപക്ഷത്താണെങ്കിൽ BJP ആണ് ഭരണപക്ഷം. അത് മനസ്സിലാക്കുക. ബീഹാറും ഒറീസയും ആന്ധ്രയും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ കോൺഗ്രസ് തന്നെയാണ് പ്രതിപക്ഷം. അപ്പൊ ദേശീയ തലത്തില് ബംഗാളിലടക്കം CPM 30-35 വർഷം ഭരിച്ച ബംഗാളിലടക്കം ഇന്ന് മുഖ്യ പ്രതിപക്ഷം എന്ന് പറയാവുന്നത് തൃണമൂൽ കോൺഗ്രസിനെ എതിർക്കാനുള്ള ശക്തി അവിടെ ഉള്ളത്. CPM കൂട്ടുപിടിക്കുന്ന ആരെയാണ്? ഷിജു ഖാൻ മറന്നുപോയോ? കോൺഗ്രസിനെയാണ്. കോൺഗ്രസും CPM-ആണ് ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. MLA ആയിട്ട് ജയിച്ചു. പക്ഷെ ജയിച്ച ശേഷം അയാളെ തൃണമൂൽ കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഒന്നിച്ച് നിന്നാൽ അവിടെ ജയിക്കുമെന്ന് കാണിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് അഭികാമ്യമാണ്, ഇഷ്ടമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടമല്ല. അതിന്റെ കാരണം കേരളത്തിൽ
കോൺഗ്രസ് ആണ് അവരുടെ, ശ്രീകുമാർ, അവരുടെ ഒരൊറ്റ ശത്രു. കാര്യം, ഞാൻ ഈ അതിനെ ഈ കുറ്റം പറയില്ല. കേരളത്തിലെ വിഷയത്തിലേക്ക് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതിൽ താങ്കൾക്ക് വലിയ സന്തോഷവും കാണുന്നുണ്ട്. അല്ല, എൻ്റെ ചോദ്യം, ഈ ദേശീയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, ദേശീയ വിഷയമാണ് ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്. ബി ജെ പിയാണ് എതിർക്കേണ്ടത്. ആ ബി ജെ പിയെ എതിർക്കാൻ കാണിക്കേണ്ട ഒരു ആത്മവിശ്വാസവും ചങ്കൂറ്റവും ഒക്കെ കോൺഗ്രസ് എവിടെയാണ് കാണിക്കുന്നത്? അതിന് ഉദാഹരണം ഇവിടെ. അവിടെ പോലും നമ്മൾ കണ്ടത് എന്താണ്? കഴിഞ്ഞ ദിവസം ഫെഡറലിസത്തിന് വേണ്ടി സമരം ചെയ്ത പിണറായി വിജയനെയും സി പി എമ്മിനെയും അവർക്ക് പിന്തുണ നൽകിയ ബി ജെ പി ഇതര സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും നമ്മൾ കണ്ടു. അതൊന്ന്. മറ്റ് വിഷയങ്ങൾ എന്താണ്? ഇന്ന് പാർലമെൻറ്റിൽ അമിത്ഷാ പറയുകയാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റ് അവസാനിക്കുന്ന ദിവസം അമിത്ഷാ വലിയ സൂചനയാണ് നൽകുന്നത്. CAA വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ പോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇന്ന് നടന്ന പാർലമെൻറ്റിലെ ചർച്ച എന്താണ്? കോൺഗ്രസ് പോലും പങ്കെടുത്ത ചർച്ച വലിയ അത്ഭുതമുണ്ടാക്കി. പ്രതിപക്ഷമൊക്കെ ബഹിഷ്കരിച്ചപ്പോൾ അയോധ്യയെക്കുറിച്ചുള്ള ചർച്ചയാണ്. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കൈയടിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരമാണ് ബി ജെ പിക്കാർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അവിടെ പോയി ഇരുന്ന് കൊടുക്കുകയാണ് ബാക്കി എല്ലാവരും ബഹിഷ്കരിക്കുമ്പോൾ. എന്താണ് ഈ കാഴ്ചകൾ എന്നാണ് ഞാൻ ചോദിച്ചത്. ദേശീയ വിഷയത്തിൽ കോൺഗ്രസ് എവിടെ? ഡോക്ടർ ലാൽ, പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ രാമക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് BJP. അത് തുറന്നു കാണിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ കടമയാണ്. നാളെ നിങ്ങൾ തന്നെ ചോദിക്കും, രാമക്ഷേത്രം ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസ് മുങ്ങി എന്ന് പറയും. കോൺഗ്രസ് ആണ് അവിടെ വിഷയത്തിൽ രാമക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അവിടെ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. രാമക്ഷേത്രത്തെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാടുകൾ വളരെ വ്യക്തമല്ലേ? രാമക്ഷേത്രത്തിന് കോൺഗ്രസ് എതിരല്ല. സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു. പള്ളിയും കൃത്യമായിട്ട് പണിയണം, രാമക്ഷേത്രവും പണിയണം. പക്ഷെ മോദി അവിടെ വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയതിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട മോദിയാണ്. അല്ല, കോൺഗ്രസിന്റെ നയം ഇങ്ങനെയാണോ? കേരളത്തിലെ നിയമസഭയിൽ VD സതീശൻ ഈ നയമല്ലല്ലോ എടുക്കുന്നത്, ബഹിഷ്കരിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു ബഹിഷ്കരണമൊക്കെ വേണ്ടേ അവിടെ? അതല്ലേ ആളുകൾ ശ്രദ്ധിക്കുക എന്നാണല്ലോ നിങ്ങൾ ഇവിടെ വാദിക്കുന്നത്? ഡോക്ടർ ലാലെ, ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ആലോചിക്കൂ. പ്രതിപക്ഷ നേതൃസ്ഥാനം ഇല്ലെങ്കിൽ പോലും അവിടെ കോൺഗ്രസ് ആണ്. രാജ്യസഭയിലും ലോക്സഭയിലും കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മുഖ്യ കക്ഷിയായ ഒരു പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷമായ പാർലമെന്റിലെ രാമക്ഷേത്രത്തെ ഉയർത്തി CPM BJP കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് അവിടെ പങ്കെടുത്തത്. നിങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാ? ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള CPM-ന്റെ 1957 60 നിലപാട് എന്തായിരുന്നു? EMS ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ച് പ്രസംഗിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ചോദിച്ച ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. തെറ്റിദ്ധരിപ്പിച്ച് പോകരുത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. EMS-ന്റെ കാര്യമൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അത് വീണ്ടും എടുത്ത് പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്, ഈ അവസാന ദിവസം BJP എന്താണ് ദേശീയ തലത്തിൽ ചർച്ചയാക്കി കൊണ്ടുവരുന്നതെന്നുള്ളത് നമുക്കറിയാം. അയോധ്യ, യൂണിഫോം സിവിൽ കോഡ്, CAA ഇതൊക്കെയാണ്. അതിനിടയിൽ താങ്കൾ പറയുന്നു ഈ പങ്കെടുത്തുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ചയാക്കി കൊണ്ടുവരലാണ് വേണ്ടത്, അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിൽ എന്നാണ്. ഇന്നലെ കണ്ട കാഴ്ച എന്താണ്? കേരളത്തിലെ UDF എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? 8 NDA-ക്കാരെ വിളിച്ച കൂട്ടത്തിൽ NK പ്രേമേന്ദ്രനെ വിളിക്കുന്നു. NK പ്രേമേന്ദ്രൻ പോയി നരേന്ദ്രമോദിക്കൊപ്പം ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ കാഴ്ച എന്താണ് എന്ന് വിശദീകരിക്കണ്ടേ കോൺഗ്രസ്? ഇന്ന് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ ഈ NK പ്രേമേന്ദ്രൻ അവിടെ പോയതിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ലജ്ജയില്ലേ ഡോക്ടർ ലാൽ? അതൊരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ 5-8 സുഹൃത്തുക്കളെ വിളിച്ചു. അതിൽ NK പ്രേമേന്ദ്രൻ വളരെ സീനിയറായ ലോക്സഭാ അംഗമാണ്. പല പ്രാവശ്യം കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെ സഹായിച്ച ഒരാളാണ്. GST കുടിശ്ശിക മേടിച്ചു കൊടുത്ത ഒരാളാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഒരു ഉച്ചവിരുന്നിൽ പങ്കെടുത്തിൽ എന്താണ് തെറ്റ്? അല്ല, ഇത്രയും സൗഹൃദം കേരളത്തിൽ നിന്ന് ഒരു മുതിർന്ന പാർലമെന്റ് അംഗത്തെ വിളിക്കണമെന്ന് തോന്നിയപ്പോൾ ശശി തരൂരിനെ വിളിക്കേണ്ട, മറ്റംഗങ്ങളെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. ഇവിടെ NK പ്രേമേന്ദ്രനാണ് നല്ലതെന്ന് തോന്നി. അത് BJP പറയുന്ന ചില വാചകങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കണോ എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഞാൻ അത് താങ്കളോട് ഇപ്പോൾ ചോദിക്കുന്നില്ല, വിഷ്ണുവിനോട് ചോദിക്കാം. പക്ഷേ താങ്കൾ പൂർത്തിയാക്കും അത്. അല്ല, ശ്രീ NK പ്രേമേന്ദ്രനെ വിളിക്കുന്നതിന് വരെ ശശി തരൂരിനെ വിളിച്ചോ, ശശി തരൂർ പോയോ എന്നൊക്കെ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ ആയുധമാക്കാമായിരുന്നു. അത് നിൽക്കട്ടെ, ഞാൻ NK പ്രേമേന്ദ്രനെ വിളിച്ചാൽ ഒരു തെറ്റും കാണുന്നില്ല. അതിപ്പോ CPM-ന്റെ ഒരു ഇളമരം കരിമിനെ വിളിച്ചാലും തെറ്റ് ഞാൻ കാണുന്നില്ല. അതൊരു സൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ കാര്യം ആലോചിക്കൂ. മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ ഫാദർ റാഫേൽ തട്ടിൽ അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടത് തെറ്റാണെന്ന് CPM പറയൂ?
അദ്ദേഹം പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി കാണുക ചെയ്തത്. തെറ്റാണെന്ന് പറയൂ. ഒരു പ്രധാനമന്ത്രിയെ കാണുന്നില്ല, എന്താണ് തെറ്റ്? അപ്പൊ എൻ കെ പ്രേമചന്ദ്രനെ ക്ഷണിച്ചിട്ടാണ് അല്ല, അദ്ദേഹം പോയത്. ഈ ബഹുജനങ്ങളൊക്കെ പലപ്പോഴും പല തരത്തിലുള്ള സാമൂഹ്യ സംഘടനകളും എന്താണ് മതസംഘടനകളും ഒക്കെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കാണുന്നത് പോലെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. ഇതാ ഇന്ത്യ മുഴുവൻ എതിർക്കുകയാണ് ബി ജെ പിയെ, നരേന്ദ്രമോദിയെ വിമർശിക്കുകയാണ്, കേരളത്തിൽ 5 സീറ്റൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി. അപ്പോഴാണ് അവിടെ പോയി എന്ത് കഴിച്ചതെന്ന് എനിക്കറിയില്ല, ഭക്ഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ വിരുന്നിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം വലിയതാണ്, അത് പോകേണ്ടത് തന്നെയാണെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം, അങ്ങനെയൊക്കെ വരാം. എനിക്ക് പ്ലീസ് തെറ്റിദ്ധരിപ്പിച്ച് പോകരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ ഭക്ഷണത്തിന് വിളിച്ചു. ഞാനതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അതിന് രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കുമ്പോൾ CPM അങ്ങനെ ഔദ്യോഗികമായിട്ട് CPM അഭിപ്രായം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ ചിലരുടെ കല്യാണങ്ങൾക്ക് വരും, സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് കേരളത്തിൽ വരും, സുഹൃത്തുക്കളെ ക്ഷണിക്കും, ഇതുപോലെയുള്ള സദ്യക്ക് ക്ഷണിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഉത്തരാഖണ്ഡിൽ വെടിവെച്ച് നടക്കുമ്പോൾ ഇവിടെ ഊണ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരു വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല ഡോക്ടർ ലാൽ, നമ്മളെ മറന്നു പോകരുത്. പ്രശസ്തമായ അത്താഴ വിരുന്നിനെ കുറിച്ചും മറന്നു പോകരുത്. ജനസംഘം നേതാവ് LK അദ്വാനിക്കും വാജ്പേയിക്കൊപ്പം അത്താഴമുണ്ട EMSനെയും ഹർകിഷൻ സിംഗ് സുർജിത്തിനെയും നിങ്ങൾ മറക്കരുത്. അത് രാഷ്ട്രീയ അത്താഴമായിരുന്നു. ഇതല്ല. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വിരുന്നാണ് നമ്മൾ കണ്ടത്. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വിരുന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നടക്കുന്ന പല കാഴ്ചകളും അത് തന്നെയാണ്. അതല്ലാന്ന് താങ്കൾ എത്ര വാദിച്ചാലും അതാകില്ല. ഷിജു ഖാൻ, ഒരൊറ്റ മിനിറ്റാണ്, എനിക്ക് വിഷ്ണുവിലേക്ക് പോകണം. അതുകൊണ്ട് ഒരൊറ്റ മിനിറ്റാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അവസരം. ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ ചരിത്രത്തിലെ ഏതൊക്കെയോ സംഭവങ്ങളെയാണ് കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നത്. വർത്തമാനകാലത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. EMSനെ അടക്കം ഇവിടെ ശ്രീകുമാർ ഉദ്ധരിക്കുകയുണ്ടായി. എന്തായിരുന്നു EMSൻ്റെ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്? ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ നടക്കേണ്ടുന്ന പരിഷ്കരണ ചർച്ചകളെക്കുറിച്ചും ആ ചർച്ചകൾക്കൊടുവിൽ മുസ്ലിം സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം നടത്തുന്ന സംവാദങ്ങൾക്കൊടുവിൽ എത്തിച്ചേരേണ്ടുന്ന ഒരു നിഗമനത്തെ സംബന്ധിച്ച ചർച്ചയാണ് അന്ന് ഉയർന്നു വന്നത്. ഇവിടെ സാഹചര്യം അതിൽ നിന്ന് രൂക്ഷമായി മാറുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും RSSൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം രാജ്യത്ത് നിലനിൽക്കുന്നു. അവർ ന്യൂനപക്ഷങ്ങളെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും വേട്ടയാടുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ്സിന് നിലപാട് എവിടെ ഇന്ന്? നിങ്ങൾ ചരിത്രത്തിലെ ഏതോ തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തകളെ ഇവിടെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വർത്തമാനകാലത്ത് ഞങ്ങൾ ചോദിക്കുന്നു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹിമാചലിലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? മഹാരാഷ്ട്രയിലെ നിലപാടെന്താണ്? UPയിലെ നിലപാടെന്താണ്? AICCയുടെ നിലപാടെന്താണ്? AICCക്ക് ഈ വിഷയത്തിൽ നിലപാടില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമായി അഭിപ്രായം പറയാൻ വലിയ ആനുകൂല്യം കൊടുത്തു. ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട്, ഇത് ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങളിലെ BJP വിരുദ്ധ പോരാട്ടത്തെ മുഴുവൻ നയിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊരു ചർച്ചയിൽ എങ്ങനെ നിങ്ങൾ പറയും? എവിടെയാണ് നിങ്ങൾ നയിക്കുന്നത്? കേരളത്തിലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ നയിക്കുന്നത് ഇടതുപക്ഷമാണ്. തമിഴ്നാട്ടിലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ നയിക്കുന്നത് DMK ആണ്. രാജ്യത്ത് ബീഹാറിലാകട്ടെ, ഒറീസയിലാകട്ടെ, മഹാരാഷ്ട്രയിലാകട്ടെ, ഡൽഹിയിലും പഞ്ചാബിലും BJPയെ തുരത്തി എറിഞ്ഞത് കോൺഗ്രസ് അല്ല. അവിടെ തുരത്തി ഓടിക്കുന്നത് കോൺഗ്രസ് ഇതര പാർട്ടികളാണ്. ഉത്തർപ്രദേശിൽ നിങ്ങൾ എത്ര കാലം ഭരിച്ചു? നിങ്ങൾ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഉത്തർപ്രദേശ് നിങ്ങൾ എത്ര കാലം ഭരിച്ച സംസ്ഥാനമാണ്? ആ ഉത്തർപ്രദേശിലെ BJPയോട് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളാണോ? നിങ്ങളല്ല. രാഹുൽ ഗാന്ധി തോറ്റു തുന്നം പാടിയ ഉത്തർപ്രദേശിൽ അവിടുത്തെ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ നയിക്കുന്നത് SP ആണ്. SP അടക്കമുള്ള പാർട്ടികളാണ്. നിങ്ങൾ ഭരിച്ച ഡൽഹിയിൽ അവിടെ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ നയിക്കുന്നത് AAP ആണ്. പഞ്ചാബിൽ AAP ആണ്. തമിഴ്നാട്ടിൽ DMK ആണ്. ഒറീസയിലും ബീഹാറിലും ഒക്കെ രാജ്യത്തെ പ്രാദേശിക മതേതര പാർട്ടികളാണ്. അപ്പോൾ കോൺഗ്രസിന് റോൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ റോള് കോൺഗ്രസ് ആണെന്ന് പറയരുത്. പിന്നെ ഉത്തരാഖണ്ഡിലെ നിലപാട് ഞങ്ങൾ കേട്ടില്ല. അവിടുത്തെ മുസ്ലിം സമൂഹം അരക്ഷിതരാണ്. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അരക്ഷിതരാണ്. രാജ്യത്തെമ്പാട് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ്. നിങ്ങൾക്ക് നിലപാടില്ല. നിങ്ങൾ BJP വിളിക്കുന്ന അത്താഴ വിരുന്നിന്, സൽക്കാരത്തിന് പോകാൻ
വെമ്പി നിൽക്കുകയാണ് നിങ്ങളുടെ ശ്രീ NK പ്രേമേന്ദ്രൻ അടക്കം പോയത്. രാജ്യം ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ ലാൽ ചോദിച്ചതുപോലെ ഉത്തരാഖണ്ഡിലെ മദ്രസകൾ പൊളിച്ചു മാറ്റി അവിടെ ക്രൂരമായ നരവേട്ട നടക്കുമ്പോൾ അത്താഴ വിരുന്നിന് പോകുന്നത് ചർച്ച ചെയ്യണം. ആ ചർച്ചയെ നിങ്ങൾ എന്തിന് ഭയക്കണം? ശരി, വിഷ്ണു, ഇപ്പോൾ ഈ കാര്യത്തിൽ ഉള്ള ചർച്ച നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യം, ഇന്നിപ്പോൾ രാജ്യത്ത് നടന്ന ചർച്ച, പാർലമെൻറ്റിൽ നടന്ന ചർച്ചയൊക്കെ കാണിക്കുന്നത് നമ്മൾ എങ്ങോട്ടേക്ക് പോകണമെന്ന് BJP വിശ്വസിക്കുന്നത് മതധ്രുവീകരണത്തിലൂടെ രാജ്യം വിഭജിക്കണം എന്നാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ്. അങ്ങനെയാണോ? ഈ രാജ്യത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആശയങ്ങളുമായാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രാജ്യം നൂറ്റാണ്ടുകളായി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ BJP ആത്മാർത്ഥമായി ശ്രമിച്ചു. അതിൽ നിന്ന് പരിഹാരമുണ്ടായിരിക്കുന്നു. രാജ്യത്തെ മതപരമായും വർഗീയപരമായൊക്കെ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനും രാജ്യത്ത് വീണ്ടും ജനങ്ങൾക്കിടയിൽ സാമുദായികമായ അസ്പർശ്യതയും അവരുടെ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആ രാമക്ഷേത്രത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്ന ലീഗിൻ്റെ നിലപാട് CPM-നോട് അതുകൊണ്ട് വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടും ശരിയായ രീതിയിലും ജനങ്ങളുടെ വികാരമനുസരിച്ചുമൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് അതിവ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പക്വതയാർന്ന സമീപനം തന്നെയാണ് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം രാജ്യത്തെ നൂറ്റാണ്ടുകളോളം നീറുന്ന ഒരു പ്രശ്നമായിരുന്നു അയോധ്യ. ആ അയോധ്യയ്ക്ക് കോടതിയുടെ ഉത്തരവിലൂടെ കൃത്യമായ ഒരു പരിഹാരം രാജ്യത്തുണ്ടായിരിക്കുന്നു. ഇനിയും ആ പക്വത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു സമൂഹത്തിന്റെ മുഴുവൻ പക്വത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗ് നേതാവ് ഈ അയോധ്യയെക്കുറിച്ച് പറഞ്ഞതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറയട്ടെ, ഒരു മതത്തിൻ്റെയും അട്ടിപ്പേർ അവകാശം, ഒരു സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഒരു വിഭാഗത്തിനുമില്ല. പക്ഷേ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ത് നിലപാടെടുക്കുന്നു എന്നതിന് വലിയ പ്രസക്തിയുണ്ട് ശ്രീലാൽ. അത് കാരണം സഹിഷ്ണുതയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ പാർലമെന്റിലെ ഒരു വിഷയമാകുന്നത് എങ്ങനെയാണ്? ഇതാണ് ഈ 5 കൊല്ലം ഭരിച്ചപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞ് പാർലമെന്റ് അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രി 2 സഭകളിലും പോയി നിന്ന് പ്രസംഗിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അയോധ്യ ആകുന്നു, അതിൽ നന്ദി അർപ്പിക്കുന്നു, അതിൽ കയ്യടി വരുന്നു എന്നൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങൾ പ്രധാനപ്പെട്ടമായി പറഞ്ഞത് റീഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന് പറയുന്ന 3 കാര്യങ്ങളെ ചൂണ്ടിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നേരിടുന്ന വിവിധ സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമായിട്ടാണോ ലാലെ കരുതുന്നത്? അയോധ്യ പ്രശ്നം കഴിഞ്ഞ 500 വർഷമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് നിയമപരമായ മാർഗത്തിലൂടെ പരിഹരിച്ച് ഇന്ന് അതിനൊരു ശാശ്വതമായ പരിഹാരം BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ മുഴുവൻ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിച്ചു, അയോധ്യ പരിഹരിച്ചു, യൂണിഫോം സിവിൽ കോഡ് പരിഹരിച്ചു, അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും യൂണിഫോം സിവിൽ കോഡിലേക്കൊക്കെ മാറിയാൽ മതി. അതാണിപ്പോൾ ഉത്തരാഖണ്ഡിലെ പ്രശ്നം. അതുപോലെ മുത്തലാഖ് പ്രശ്നം അത് തീർന്നു, അതിൻ്റെ പേരിലുള്ള സമുദായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് CAA, ഇനിയിപ്പോൾ ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. എല്ലാം പരിഹരിച്ചു, ഇനി ആരും ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനെ എതിർക്കുന്ന ഏതെങ്കിലും പക്ഷമുണ്ടെങ്കിൽ അവരാണ് വിഭജനം നടത്തുന്നത് എന്നാണോ നിങ്ങളുടെ പക്ഷം? അല്ല, സ്വാതന്ത്ര്യത്തോടുകൂടി ആർക്കും യോജിപ്പില്ലെങ്കിൽ വിയോജിക്കാം, അതിൽ യാതൊരു സംശയമില്ലല്ലോ. അവർക്ക് എല്ലാവർക്കും CPM-ന് വിയോജിക്കാം, കോൺഗ്രസിന് വിയോജിക്കാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു നയം വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ജനങ്ങൾ ഞങ്ങൾക്കൊരു ജനവിധി തന്നിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ. അതുമാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ ധർമ്മവും കർമ്മവുമാണ്. അത് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. കാശ്മീരിലെ പ്രത്യേക വകുപ്പ് റദ്ദാക്കിയതും മുത്തലാഖ് റദ്ദാക്കിയതിലൂടെ രാജ്യത്തെ വലിയൊരു ജനവിഭാഗങ്ങൾക്ക് അവിടെയെല്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കാശ്മീരിൽ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള അവസ്ഥയാണോ, അല്ലെ 10 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യാനന്തരം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണോ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം? കാശ്മീരിൽ തൊഴിലവസരങ്ങൾ കൂടിയിട്ടുണ്ട്, കാശ്മീരിൽ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, ജനജീവിതം സാധാരണയായി മാറിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഏത് കോണിലും രാഹുൽ ഗാന്ധിക്ക് വരെ സ്വതന്ത്രമായി കാശ്മീരിൽ പോകാനും സഞ്ചരിക്കാനും ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇടതുപക്ഷത്തിന്റെ സമരത്തിൽ വന്നു പ്രസംഗിച്ചത് താങ്കൾ കേട്ടിരുന്നോ?
അല്ല, അദ്ദേഹം ഈ INDA സഖ്യത്തിന്റെ ഭാഗമല്ലേ? BJP വിരുദ്ധ രാഷ്ട്രീയമുള്ളവർക്ക് കാശ്മീരിന്റെ കുത്തകാവകാശം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ലെന്നും ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു, പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു. INDA സഖ്യത്തിന്റെ ഭാഗമായി BJP എതിർക്കുന്നവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ, ഈ രാജ്യത്തെ പ്രശ്നങ്ങളാണല്ലോ അവരും പറയുന്നത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളുടെയും മൗലികമായ കുത്തക അവകാശം ആർക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? രാജ്യത്തെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. ഫാറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി എടുത്തിരുന്നെങ്കിൽ അവർ പരിഹരിച്ചേനെ, അല്ലെങ്കിൽ അവർ നിയമനിർമ്മാണം പാർട്ടിക്ക് മാത്രമുള്ള അവകാശമാണോ എല്ലാം? ഈ ഇഷ്ടംപോലെ കടമെടുക്കാം രാജ്യത്തെ സർക്കാരിന്, അതേസമയം സംസ്ഥാനത്തെ സർക്കാർ കടമെടുത്താൽ അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലേ, അവർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ എന്ന് നിങ്ങൾ സമ്മതിക്കില്ല. ഈ രാജ്യത്തെ സർക്കാരിന് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എത്ര നൂറ്റാണ്ടുള്ള പ്രശ്നമാണെങ്കിലും പരിഹരിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാരാണെങ്കിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും അവർ പരിഹരിക്കുന്നതൊന്നും ശരിയാവില്ല, അവിടെ നിങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതെന്ത് തരം വാദം? അല്ല, നമ്മുടെ രാജ്യത്തൊരു ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അത് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. എന്താ CAA നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമ്പോൾ അത് നടപ്പിലാക്കുന്നതും നിയമം ഉണ്ടാക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണ് എന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ സർക്കാരിനും കൃത്യമായ നയമുണ്ട്, നിലപാടുണ്ട്, അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ഇതൊക്കെ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത്. പെട്ടെന്ന് പാർലമെന്റിൽ ഒരു ദിവസം പാർലമെന്റ് തീരുന്നു. ഇപ്പോൾ ഈ CAA സംബന്ധിച്ചാണെങ്കിൽ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയിട്ടും അത് നിയമപരമായ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നൊരു വലിയ വിഷയമാണ്. അത് വലിയ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്ത് പോകേണ്ടതാണെന്നുള്ള തീരുമാനം നിങ്ങൾക്കില്ല. ജനം ഇത് ചർച്ച ചെയ്യേണ്ട, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞ് അത് ഒരു വിഭജനം ഉണ്ടാക്കി വോട്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണോ നിങ്ങളുടെ വിഷയം? ഞങ്ങൾ ഒരിടത്ത് പോലും വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ CAA കാര്യത്തിലായാലും അയോധ്യയുടെ കാര്യത്തിലായാലും 370 കാര്യത്തിലായാലും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ സഭകളിലും ജനങ്ങളോടൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് എതിർപ്പുള്ളവർക്ക് കോടതിയിലേക്ക് പോകാം. കോടതിയിൽ പോയി പല വിഷയങ്ങളിലും ഇവിടെ പരാജയപ്പെട്ട പ്രതിപക്ഷമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരാജയങ്ങൾ മാത്രം സ്വീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ ജനം ഒരുപാട് തവണ നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പോലും ഒരൊറ്റ ചോദ്യം കൂടി. ഇപ്പോൾ നേരത്തെ പ്രേമേന്ദ്രന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഒരു 5 സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെയുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അക്കാര്യത്തിൽ ഒന്ന് കൊല്ലമാണോ? അല്ല, ഞങ്ങൾ സംസ്ഥാനത്തെ 20 സീറ്റുകളിലും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. താങ്കളിപ്പോൾ NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു വ്യക്തിപരമായ ആക്ഷേപമെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വന്നപ്പോൾ മാത്രം പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ക്യാൻറ്റീനിലേക്ക് ഇത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? അല്ല, നിരവധി MPമാരോടൊപ്പം പ്രധാനമന്ത്രി ഉച്ചഭക്ഷണവും സൽക്കാരവും ഒക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ തൊഴുത് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ അന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ട് കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്നു, എന്തോ കേണപേക്ഷിച്ചുകൊണ്ടെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞവരാണ്. അതിനൊന്നും യാതൊരു കാര്യവുമില്ല. മര്യാദ അനുസരിച്ചുമൊക്കെ എല്ലാവരെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയപരമായ മര്യാദയാണ്. അത് പിണറായി വിജയന്റെ കാര്യത്തിലായാലും NK പ്രേമചന്ദ്രന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് അതിൽ ഒരു നിലപാടേ ഉള്ളൂ. എല്ലാവരെയും സ്വീകരിച്ചില്ലല്ലോ. 8 MPമാരെ മാത്രം, അതിൽ ബാക്കിയുള്ളവരൊക്കെ NDAയുടെ ഘടകകക്ഷികളാണ്. ഈ പ്രേമേന്ദ്രനെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് രാഷ്ട്രീയമായ ചർച്ചയാണ്. അത് രാഷ്ട്രീയമായ ഉത്തരം നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ പറയുന്ന 5 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന കൊല്ലവും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അല്ല, ഞങ്ങൾ 20 മണ്ഡലങ്ങളിൽ ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. ആരെയും അസ്പർശ്യത കടത്തിക്കൊണ്ട് അകറ്റി നിർത്തുന്നവരല്ല. ഞങ്ങൾ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കാരോടും രാഷ്ട്രീയപരമായി വിദ്വേഷം കൽപ്പിക്കുകയോ അവരെ പരനാറി എന്ന് വിളിച്ചുകൊണ്ട് പ്രയോഗിച്ച് മാറ്റി നിർത്തുകയോ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ പ്രേമചന്ദ്രനോടായാലും ഇളമരം കരീനോടും ബ്രിട്ടാസിനോടും ഒരേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ഷിജു ഖാൻ, അതിനുള്ള മറുപടിയിൽ നിന്ന് ഞാൻ ശ്രീകുമാറിലേക്ക് പോവാം. ഇവിടെ അഡ്വക്കേറ്റ് ബിജു വിഷ്ണു പറഞ്ഞത് ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സർക്കാരിന് അധികാരമുണ്ട്, പാർലമെൻറ്റിൽ ഞങ്ങളാണ് ഭൂരിപക്ഷമുള്ളത്, ഞങ്ങൾക്ക് തീരുമാനിക്കാവുന്ന നിയമങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുകയാണ്. അങ്ങനെ പാർലമെൻറ്റിന് എല്ലാ അധികാരവും ഉണ്ടെന്ന് കരുതിയാൽ
ഭരണഘടനയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് എന്താണ് പ്രസക്തി? ഭരണഘടനാപരമായ അധികാരങ്ങളെ പാർലമെൻറ്റിനുള്ളൂ. ഭരണഘടനയ്ക്ക് പുറമേ ഒരു അധികാരവും പാർലമെൻറ്റിനില്ല. ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന നടപ്പിലാക്കാൻ പോകുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല. ഭരണഘടനയ്ക്ക് മുകളിൽ ഭരണഘടന സ്ഥാപിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. പാർലമെൻ്റ് അല്ല ഭരണഘടന സ്ഥാപിച്ചത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അതിന്ന് നിലവിലില്ല. സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങളുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരായ നിയമങ്ങൾ നിലനിൽക്കുകയില്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനെ ഇവർ വെല്ലുവിളിക്കുകയാണ്. അതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ പ്രശ്നം. അതെങ്ങനെ ആ നിയമത്തിൽ നിന്ന് മുസ്ലിം സമൂഹം മാത്രം എങ്ങനെ പുറന്തള്ളപ്പെടുന്നു? ഇതാണ് പ്രശ്നം. ആർട്ടിക്കിൾ 14 15 മുന്നോട്ട് വയ്ക്കുന്ന വിവേചനത്തിനെതിരായ തുല്യതയുടെ അവകാശങ്ങൾ, തുല്യരായ ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന് പുറന്തള്ളുന്നത്? ഇത് സുപ്രധാനമായ ചോദ്യമാണ്. അതുകൊണ്ട് ശ്രീ വിഷ്ണു കരുതിയിരിക്കും പോലെ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നും ജനങ്ങൾ ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തതെന്നും കരുതി എല്ലാ നിയമങ്ങളും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. പിന്നെ സുപ്രീം കോടതി പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ആരോപണങ്ങളെയും തള്ളി, ആക്ഷേപങ്ങളും തള്ളി, എല്ലാ കേസിലും BJP ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നെങ്ങനെ നിങ്ങൾ പറയും? ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ എംപ്ലോയീസിനെ, അവിടുത്തെ ജീവനക്കാരെ, അവർക്കെതിരായ തീരുമാനങ്ങൾ, അവരെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഡൽഹി ഗവൺമെൻറ്റിനുണ്ടായിരുന്ന അധികാരത്തെ നിങ്ങൾ എടുത്തു കളഞ്ഞല്ലോ. സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം തെറ്റെന്ന് പറഞ്ഞു. സുപ്രീം കോടതി തെറ്റെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ സുപ്രീം കോടതി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമരങ്ങളുണ്ടല്ലോ. അവിടെ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ എന്താ പറഞ്ഞത്? പഞ്ചാബിലെ ഓരോ ഗ്രാമങ്ങളും രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് രക്തസാക്ഷികളെ കൊടുത്ത ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട. രാജ്യത്തിന് ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന പഞ്ചാബിന് അനുവദിക്കേണ്ടുന്ന ഗ്രാൻഡ് BJP ഗവൺമെൻറ് തടഞ്ഞു വയ്ക്കുകയാണ്. ഓരോ വർഷവും 2 ലക്ഷം കോടി രൂപ ആദായ നികുതിയായി കേന്ദ്രത്തിന് കൊടുക്കുന്ന ഡൽഹിക്ക് നിങ്ങൾ കൊടുക്കുന്നത് എത്ര? 350 കോടി രൂപ മാത്രമാണ്. തമിഴ്നാട്ടിലെ മന്ത്രിമാരടക്കം സമരത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്യുന്നത് എന്താണ്? തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്യുന്നത് കേരളത്തിലെ ഗവർണർ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ നിരവധി കേസുകൾ. ഞാൻ ചോദിക്കട്ടെ, പഞ്ചാബിലെ ഗവർണർ രാജിവെച്ചല്ലോ, നിങ്ങൾ നിയോഗിച്ച ഗവർണർ രാജിവെച്ചല്ലോ. എന്തിനാണ് രാജിവെച്ചത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ന് എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചതാണോ? സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം കിട്ടി. തെലങ്കാന ഗവർണർക്ക് കനത്ത പ്രഹരം കിട്ടി. കേരളത്തിൽ തന്നെയുള്ള കേസുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിലപാട് സ്വീകരിച്ചു. തമിഴ്നാട്ടിലെ കേസിൽ നിങ്ങൾ എന്താ കരുതിയത്? തമിഴ്നാട്ടിലെ അവിടുത്തെ നിയമസഭ പാസാക്കിയ നിയമങ്ങൾ പിടിച്ചു വയ്ക്കുന്ന നിലപാട് നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടുത്തെ ഗവർണർ സ്വീകരിച്ചു. സുപ്രീം കോടതി ശക്തമായ താക്കീത് കൊടുത്തല്ലോ. അപ്പോൾ സുപ്രീം കോടതി മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി വിധി പറയുന്നു എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ശക്തമായ നിലപാട് അവിടെ സ്വീകരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി, ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും നിങ്ങൾക്കൊപ്പമാണോ? അതെങ്ങനെ? നിങ്ങൾ നടത്തുന്ന കുതിരക്കച്ചവടവും നിങ്ങൾ നടത്തുന്ന കോടികളുടെ ഇടപാടും പല സംസ്ഥാനങ്ങളിലെ നിയമസഭാംഗങ്ങളെ വിലക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് ഞാൻ സമ്മതിക്കുന്നു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അതിന് വിധേയരായി, അതിൻ്റെ ഭാഗമായി മാറി. പക്ഷേ നിങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, നിങ്ങളെവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ തൂത്തെറിയപ്പെട്ടില്ലേ? നിങ്ങൾ കേരളത്തിൽ 35 സീറ്റും പിടിച്ച് ഇപ്പോൾ കേരളം പിടിക്കുമെന്ന് പറഞ്ഞല്ലോ നിയമസഭാ ഇലക്ഷനിൽ. നിങ്ങൾക്കുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടി. നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്, അത് ശക്തമായ പ്രഹരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടല്ലോ, നിങ്ങൾക്ക് അവിടെ മുന്നേറാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ അവസാനം ഇപ്പോൾ തെലങ്കാനയിൽ അടക്കം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഹരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? BJPക്ക് വലിയ പ്രഹരം കിട്ടിയില്ലേ? നിങ്ങൾ പിന്നെ ബീഹാറിൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയണ്ട. ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ രാജ്യം കാണണം. മഹാരാഷ്ട്ര എങ്ങനെയാണ് നിങ്ങൾ മാറിയത്? നിങ്ങളവിടെ കോടികൾ ഒഴുക്കി.
പിന്നെ ശ്രീ ലാൽ, ഇവർ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണണ്ടേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എന്തിനാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ED ഉപയോഗിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്താനാണ്. അത് നിങ്ങൾ പിന്നെ പശ്ചിമ ബംഗാളിൽ ഉപയോഗിക്കുന്നു, ഡൽഹിയിൽ ഉപയോഗിക്കുന്നു, പഞ്ചാബിൽ ഉപയോഗിക്കുന്നു, കർണാടകയിൽ മഹാരാഷ്ട്രയിൽ ഉപയോഗിക്കുന്നു, ഇവിടെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നു, കേരളത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വളരെ സുഗമമായ ജനപിന്തുണയുള്ള ഒരു സർക്കാരാണ് ഞങ്ങളെന്നും ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ED കയറൂരി വിടുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ഗവർണർമാരെ ഇങ്ങനെ കയറൂരി വിടുന്നത്? ഈ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ അംഗീകരിക്കാൻ പറ. നിങ്ങളുടെ പ്രതിനിധിയല്ലേ? ഇപ്പോൾ കടക്കലിൽ പിന്നെ റോഡിൽ ഇറങ്ങിയെന്ന് അമിത്ഷാജിയെ വിളിച്ച ആളല്ലേ കേരളത്തിലെ ഗവർണർ? അദ്ദേഹം എന്തിനാ ഈ കേരളത്തിൻ്റെ 140 MLA അംഗീകരിച്ച നിയമം പിടിച്ചു വയ്ക്കുന്നത്? നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല, മോഡിക്ക് അധികാരമില്ല, അമിത്ഷായ്ക്ക് അധികാരമില്ല, ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരമില്ല. കേരളം പാസാക്കിയ നിയമമാണ്. കേരളം പാസാക്കിയ നിയമത്തെ തടയാൻ കേന്ദ്രത്തിന് എന്ത് അധികാരം? കേരളത്തിന് കിട്ടേണ്ടുന്ന ധനകാര്യ ഗ്രാന്റ് തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞങ്ങൾക്ക് ഭരണഘടനാപരമായി അധികാരമുണ്ട് കടമെടുക്കാൻ, അത് തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോട് ഈ സമീപനമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഫെഡറലിസം വലിയ വെല്ലുവിളി ഉണ്ടാവും, വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ സ്റ്റേറ്റുകൾക്ക് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണമെന്നാൽ ഈ രാജ്യത്ത് കിട്ടുന്ന ഏതാണ്ട് 70% വരുമാനം കൊണ്ടുപോകുന്നതാരാ? സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോവാണ്. ഈ രാജ്യത്ത് 65%-ലധികം ചെലവ് വഹിക്കുന്നതാരാ? നമ്മുടെ സ്റ്റേറ്റുകളാണ്. സ്റ്റേറ്റുകളെ നിർവീര്യമാക്കുക, ദുർബലമാക്കുക, കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കുക, ഗ്രാന്റ് തടഞ്ഞു വെക്കുക, കടമെടുക്കൽ പരിധി. നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾ ഓരോ ബഡ്ജറ്റിലും കടമെടുക്കുന്നത് എത്ര? ബജറ്റിൻ്റെ 40%-ലധികം നിങ്ങൾ കടമെടുക്കുകയാണ് വിഷ്ണു. നിങ്ങൾ കടമെടുത്തല്ലേ നിങ്ങൾ പോകുന്നത്? എന്നിട്ട് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുക. അനീതിയല്ലേ? നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വായ്പകളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കുന്നുണ്ടോ? നിങ്ങൾ പിന്നെ FCIയുടെ വായ്പകളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കുന്നുണ്ടോ? പക്ഷേ കേരളത്തിൻ്റെ കിഫ്ബിയുടെ, പെൻഷൻ കമ്പനിയുടെയൊക്കെ വായ്പകളെ മുഴുവൻ സ്റ്റേറ്റിൻ്റെ വായ്പയായി നിങ്ങൾ കണക്കാക്കുകയല്ലേ? സ്റ്റേറ്റ് നേതൃത്വം കൊടുക്കുന്ന സംരംഭങ്ങളും സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ആ കടമെടുക്കൽ പരിധിയിലല്ല വരുന്നത്. പക്ഷെ നിങ്ങൾ അതെല്ലാം സ്റ്റേറ്റിൻ്റെ തലയിൽ വെക്കുന്നു. വിഷ്ണുവും ഞാനും ശ്രീകുമാറും ലാലും ഒക്കെ നമ്മൾ കേരളീയരും കൂടാണ്. നമുക്ക് കിട്ടേണ്ടുന്ന, നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന വിഹിതമാണ് ഇവർ തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിനോട് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഇത് BJP ഗവൺമെന്റ് ഫെഡറലിസത്തെ വെല്ലുവിളിക്കാണ് വിഷ്ണു. ഇത് അംഗീകരിക്കരുത്. ശ്രീ N. ശ്രീകുമാർ, ഈ മലയാളി വികാരം വിഷ്ണുവിന് മാത്രം പോരാ, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും വേണം, കോൺഗ്രസിൻ്റെ MP-മാർക്ക് വേണം, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് വേണം. അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് BJPയെ എതിർക്കുന്ന കാര്യത്തിൽ, ദേശീയ വിഷയങ്ങൾ എതിർക്കുന്ന കാര്യത്തിൽ, കൈകാര്യം ചെയ്യുന്നതിൽ BJP ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്നു എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. കൃത്യമായ ഉത്തരം വന്നില്ല. ഡോക്ടർ ലാലേ, മലയാളികൾക്ക്, പാവപ്പെട്ട അമ്മൂമ്മമാർക്ക് 6 മാസത്തെ പെൻഷൻ പോലും കൊടുക്കാതെ ഷിജു ഖാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം പ്രസംഗിക്കുകയായിരുന്നു. ഇവിടെ പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, DA ഇല്ല, റേഷൻ കടയിൽ അരിയില്ല, സപ്ലൈകോയിൽ പലവ്യഞ്ജനവും ഇല്ല, CPI മന്ത്രി തനിക്ക് ഞങ്ങളുടെ വകുപ്പിൽ കാശില്ലെന്ന് പറയാ. എന്നിട്ട് കേരളത്തെക്കുറിച്ചും മലയാളിയെക്കുറിച്ചും മാർക്സിസ്റ്റ് പാർട്ടി പറയണേ കേട്ടാ. എന്താ, കോൺഗ്രസ്സുകാരും മറ്റുള്ളവരൊന്നും കൂടെ മലയാളികളല്ലേ? അവരവന്റെ ജോലി ചെയ്തിട്ട് ഡൽഹി പോയി സമരം ചെയ്യാനാ കോൺഗ്രസ് പറഞ്ഞത്. പെൻഷൻ കൊടുക്കാതെ നവകേരള സദസ്സിലെ ചെലവാക്കിയ കാശ് കൊടുക്കാൻ ഗതിയില്ലാതെ കടം കയറി കിടക്കാൻ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്ന്. 1.5 കോടിയെ കിട്ടിയുള്ളൂ, 90 ലക്ഷമേ കിട്ടിയുള്ളൂ, 1.5 കോടി അങ്ങോട്ട് ചെലവായി എന്ന് വാർത്ത ഞാൻ കണ്ടു. നാളെ മറ്റു പത്രങ്ങൾ വരികയായിരിക്കും. ഷിജു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളോട് ദയവായി, ഷിജു ഇപ്പോൾ പറഞ്ഞ BJPയെ വിമർശിച്ച, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച കാര്യങ്ങളോട് താങ്കൾക്കൊന്നും പറയാനില്ലേ? അല്ല, ഞാൻ പറയട്ടെ. എല്ലാത്തിനും മറുപടി പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മറുപടി പറയാം. ഞാനത് ആദ്യം ഇതൊക്കെ പറയണല്ലോ. ഈ പ്രസംഗിച്ചപ്പോ നിങ്ങൾ മിണ്ടായിരുന്ന പ്രസംഗം മുഴുവൻ കേൾപ്പിച്ചില്ലേ? അത് കേട്ടോണ്ടിരിക്കാനല്ലല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ അതിനായി ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് തൽക്കാലം ഇത്ര നിർത്താം. ഇനി ലാല് ചോദിച്ച ചോദ്യം പറയാം. ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ എന്താ പറഞ്ഞത്? ദേശീയ തലത്തിൽ കോൺഗ്രസ് എവിടാണ്? INGIയുടെ നേതൃസ്ഥാനത്ത് ആരാ? CPM പ്രതിനിധിയുടെ ഞാൻ ചോദിക്കുകയാണ്, ആരാ? കോൺഗ്രസ് അല്ലേ? മല്ലികാർജുന ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ആരാ?
കോൺഗ്രസ് ആണോ പ്രതിപക്ഷത്തെ? മമതാ ബാനർജി അല്ലേ? ആ INDIA കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിന്ന് കേരളത്തിൽ ഭരണം ഉണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടിയ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് അവർ പറയുന്നത് BJP എതിർക്കാൻ. ഈ BJPയെ എതിർക്കാൻ പറയുന്നത് CPIM ഒളിച്ചോടിയെന്ന് AICC നിലപാടുണ്ടോ ശ്രീകുമാർ? ണ്ടോ ഞങ്ങൾ ഒളിച്ചോടിയത്? ഞാൻ പറയട്ടെ, അഭിപ്രായം പറഞ്ഞിട്ടില്ല. തടസ്സപ്പെടുത്തല്ലേ. AICCയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് AICCയുടെ നിലപാട് കേരളത്തിന് പുറത്തുള്ള CPM-നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കോൺഗ്രസ് കണ്ടിരിക്കുന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞു ബംഗാളിലത്തെ സഖ്യത്തെ കുറിച്ച്. കേരളത്തിലെ CPM പക്ഷേ കോൺഗ്രസ് വിരുദ്ധരാണ്. അവർ BJP വിരുദ്ധരല്ല. BJP കേന്ദ്രം ഭരിച്ചാലും കോൺഗ്രസ് ഭരിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ CPM-കാർ. ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ MP-മാരുടെ എണ്ണം അറിയാമോ ശ്രീകുമാറിന്? ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ ഡൽഹിയിൽ വന്ന് മതേതരത്വത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് UPA ഗവൺമെന്റിനെ അനുകൂലിച്ചവരാണ്. ഞങ്ങളുടെ മതേതരത്വത്തിന് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തരുത്. UPA ഗവൺമെന്റിനെ നിങ്ങൾ പിന്തുണച്ചു, നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കാര്യം മറന്നു. നിങ്ങൾ എന്താ ഇപ്പൊ പറയുന്നത്? ബാബറി മസ്ജിദ് തകർത്ത കോൺഗ്രസ് എന്ന് പറയുന്നില്ലേ? ആ ബാബറി മസ്ജിദ് തകർത്ത കോൺഗ്രസ് ആണ് UPAക്ക് നേതൃത്വം കൊടുത്തത്. അന്ന് നിങ്ങൾ പിന്തുണച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ തകർത്ത BJP അപ്പുറത്തുള്ളത്. സ്വാഭാവികമായും BJP ശത്രു, രാജ്യത്തിന്റെ ശത്രു അന്ന് BJPയെ പ്രതിരോധിക്കാനും BJPയെ ഗാലറിയിൽ ഇരുത്താനുമുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ എങ്ങനെയാണ് UPA കണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് കണ്ടതെന്ന്? അല്ലല്ല, ഒരു ശ്രീകുമാർ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണം? BJPക്ക് പരവതാനി വിരിച്ചു കൊടുക്കണമെന്നാണോ ശ്രീകുമാർ പറയുന്നത്? ഞങ്ങളുടെ മതേതരത്വത്തിന് ശ്രീകുമാർ സംശയം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പോയി ഞങ്ങൾ UPA. ശ്രീകുമാർ പറയട്ടെ. ഒരു മിനിറ്റ്, എന്നെ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം ഇവിടെ വിളമ്പേണ്ടി വരും. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് മുമ്പ് എടുത്തിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരില്ലേ? അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് VD സതീശനും കെ സുധാകരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ BJPയെ എതിർക്കുന്നതിൽ മടി കാണിക്കുന്നത്? ഇവിടുത്തെ കേരളത്തിന്റെ MP ആയതുകൊണ്ട് ഞങ്ങൾ CPM-നെ അനുകൂലിക്കില്ല, ഇവിടെ CPM ഭരിക്കുന്നവരായതുകൊണ്ട് അവരെ അനുകൂലിക്കില്ല, ഇവിടുത്തെ MP പോയി അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സുഹൃത്തല്ലേ എന്ന് പറഞ്ഞ് തോളിൽ കയറ്റിരിക്കും. അതെങ്ങനെയാണ്? ഡോക്ടർ ലാലെ, നമ്മൾ ചർച്ചയിൽ വെറുതെ വിളിച്ചു പറയരുത്. അതായത് കേരളത്തിലെ കോൺഗ്രസ് MP-മാർ 18 MP-മാർ BJP വിരുദ്ധരാണ്. കേരളത്തിലെ 18 കോൺഗ്രസ് MP-മാർ കേരളത്തിലെ CPM-ന്റെ കൊള്ളരുതായ്മയെ തുറന്നു കാണിക്കുന്നവരാണ്. ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കണം. NK പ്രേമേന്ദ്രൻ നിങ്ങൾക്ക് ജയിക്കില്ല. കൊല്ലം സീറ്റ് CPM-ൽ നിന്ന് പിടിച്ചു വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരാള് പ്രേമേന്ദ്രൻ. അദ്ദേഹത്തെ പരനാറി എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചത്. ആ പ്രേമേന്ദ്രനെ നിങ്ങൾ ഒരിക്കലും അനുകൂലിക്കുന്ന ഞങ്ങൾ കരുതുന്നില്ല. അതോടെ നിൽക്കട്ടെ, ഞാൻ വേറെ വിഷയം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കാണിച്ച കാര്യത്തെ നിങ്ങൾ അനുകൂലിക്കുന്നോ? കോൺഗ്രസ് അനുകൂലിക്കുന്നോ? കേട്ടില്ല. ഇപ്പോൾ അദ്ദേഹം NK പ്രേമേന്ദ്രൻ നരേന്ദ്രമോദി വിളിച്ച ഉച്ചയൂണിന് പോയി കഴിച്ചതിന് നമുക്ക് കുഴപ്പമില്ല, അദ്ദേഹം കഴിക്കണം സുഹൃത്തൊക്കെ ആണെങ്കിൽ. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പിൽ UDF BJP എതിർക്കുന്നു പറയുമ്പോൾ പ്രേമേന്ദ്രൻ മാത്രം അവിടെ പോയിരിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയുക, കൊല്ലത്തെ വോട്ടർമാരോട് പറയുക? ഒരു BJP-യുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ ഇത്തരം നിസ്സാര കാര്യങ്ങൾ കൊണ്ടുവന്ന് BJP വിരുദ്ധ നടപടിയെ നിങ്ങൾ ദുർബലപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. NK പ്രേമേന്ദ്രന്റെ വിഷയമല്ലല്ലോ കോൺഗ്രസിന്റെ വിഷയം. UDF ഇവിടെ BJPക്കെതിരെ കേന്ദ്രത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ജാഥ ആസാമിലെ BJP തടഞ്ഞത് കണ്ടില്ലേ? മണിപ്പൂരിൽ കണ്ടില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അല്ല, നമുക്കിപ്പോ നരേന്ദ്രമോദി എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകുമാർ താങ്കൾക്ക് ഒരു സംശയവുമില്ല, ഇവിടുത്തെ കോൺഗ്രസിന് ഒരു സംശയവുമില്ല. ഇപ്പോൾ ജയന്ത് ചൗധരി, ചരൺ സിംഗിന്റെ കൊച്ചുമോൻ ഇപ്പോൾ BJPയിലേക്ക് പോകാൻ പോകുന്നതാണ് കേൾക്കുന്നത്, വാർത്തയൊക്കെ വരുന്നത്. ഇതുപോലെയാണ്. അങ്ങനെയുള്ള വാർത്ത വരുമ്പോഴാണ് NK പ്രേമേന്ദ്രൻ പോയി അവിടെ ഇരിക്കുന്നതിന് സംശയിക്കേണ്ടി വരുന്നത്. ഡോക്ടർ ലാലെ, നിങ്ങളെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരനായിട്ട് വളരെ മിടുക്കനായ UDF-ന്റെ MP, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അദ്ദേഹത്തെ. കേരളത്തിന്റെ GST കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് കുടിശ്ശിക കൊടുക്കൂ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടിശ്ശിക കൊടുക്കൂ നിങ്ങളെന്ന് NK പ്രേമേന്ദ്രൻ പറഞ്ഞപ്പോഴേ ഇവിടുത്തെ CPM-കാര് പറഞ്ഞത് BJP-ക്കൊപ്പം നിന്ന് കേരളത്തെ പരിഹസിച്ചതാ. പക്ഷെ പ്രേമേന്ദ്രൻ ഒറ്റ ചോദ്യം കൊണ്ട് കേരളത്തിൽ LDF ഗവൺമെന്റിന് GST കുടിശ്ശിക കിട്ടി. മറക്കരുത്, നന്ദിയോട് കാണിക്കില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഷിജുഖാന്റെ മറുപടി വേണം. ഷിജു, കാരണം ഇത് എല്ലാ തവണയും താങ്കൾ പറയുന്നതാണ്, എല്ലാ തവണയും അപ്പോഴത്തെ പാനലിസ്റ്റ് മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യത്തിൽ എനിക്കൊരു മറുപടി പറയാൻ അവസരം കൊടുക്കണം ഷിജുഖാന്. ഒറ്റ മിനിറ്റ് താങ്കൾ പൂർത്തിയാക്കിയിട്ട് കൊടുക്കാം, പറയൂ. ഒറ്റ മിനിറ്റ്. ഞങ്ങൾ CPM ആണ് BJP വിരുദ്ധർ എന്ന് പറയാനുള്ള വ്യഗ്രതയില് പലതും വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. GST വിഷയത്തില് തൃപ്തികരമായ മറുപടി ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? കണക്ക് കൊടുക്കാൻ പറഞ്ഞു, കണക്ക് കൊടുത്തു, GST കുടിശ്ശിക കിട്ടി. അതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം കൊണ്ടും അതിനെ മറയ്ക്കാൻ കഴിയില്ല ഡോക്ടർ ലാൽ. ആരുത്തരം പറഞ്ഞാലും ആ ഉത്തരത്തിന് വിലയില്ല. കാരണം ഇന്നൊരു വിമർശനം വന്നിട്ടുണ്ട്. നിങ്ങൾ കേരളത്തെ കുറിച്ചും കേരളത്തിലെ ബഡ്ജറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന GST കുറിച്ചുള്ള സമരം കേരളം നടത്തുമ്പോൾ ആ സമരത്തെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് 100 നാവാണ് സംസാരിക്കാൻ. പക്ഷേ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ അതിൽ നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ രാമക്ഷേത്രത്തിൽ മുക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ UCC അല്ലെങ്കിൽ CAA ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ അതിലൊന്നും മിണ്ടില്ല. അതൊന്നും മിണ്ടാത്ത കോൺഗ്രസ്. ഇന്നൊരു വലിയ വിമർശനമുണ്ട് കോൺഗ്രസിനെ കുറിച്ച്. ഇന്ന് ഇടതുപക്ഷം പറഞ്ഞൊരു വിമർശനമാണ്. ഇന്ന് കാസർഗോഡ് നിന്ന് വലിയ സമരവുമായിട്ട് വരുന്നുണ്ടല്ലോ. ഈ സമരത്തിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ കൂട്ടുന്നില്ല. മുസ്ലിം ലീഗ് ആ സമരത്തിലില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിങ്ങളുടെ സമരത്തിൽ ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഇത് ലോകം കാണുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയേണ്ടി വരും. മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദഹിക്കില്ല, കോൺഗ്രസിന് ദഹിക്കില്ല. അതുകൊണ്ടാണത്രേ. അതിന് മറുപടി എന്താണ്? ഞാൻ പറഞ്ഞതല്ല. ലാൽ, എന്താണ് ഈ പറയുന്നത്? ഇത് സമരാഗ്നി എന്നുള്ളത് KPCCയുടെ ജാഥയാണ്. ആ ജാഥയ്ക്ക് എല്ലായിടത്തും UDF-ന്റെ പ്രതികൾക്ക് സ്വീകരണം കൊടുക്കാം, കൊടുക്കാതിരിക്കാം, പങ്കെടുക്കാതിരിക്കാം. അല്ല, ഒരു ക്യാമ്പയിൻ നടത്തുന്നത് താങ്കൾ തന്നെ നേരത്തെ മുൻപ് വിശദീകരിച്ച കാര്യമാണ്. ഒരു ക്യാമ്പയിൻ നടത്തുന്നതും ഒരു സമരം നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സാർ. സമരം നടത്തുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള സമരമാണല്ലോ. ആ സമരത്തിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ കൂട്ടണ്ടേ? ഒരു ക്യാമ്പയിൻ മനസ്സിലാക്കാം. KPCC നടത്തുന്ന ക്യാമ്പയിൻ ആണെങ്കിൽ. എന്റെ ഡോക്ടർ ലാൽ, ഇത് സമരാക്കി എന്ന് പറഞ്ഞ KPCCയുടെ ജാഥയാണ്. സമരമല്ലേ? ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ലേ? അത് ഈ സർക്കാരിനെതിരെ മാത്രമല്ല BJP-ക്കെതിരെ കൂടെ സമരമാണത്. അതെ, ആ സമരത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ വിളിക്കാത്തത്? സമരത്തിന് എല്ലാരെയും വിളിക്കണ്ടേ? സമരമാണെങ്കിൽ എല്ലാരും വിളിക്കണ്ടേ? എന്റെ ലാലെ, UDF-ന്റെ എല്ലാ കക്ഷികളും അതിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് KPCC ജാഥയാ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളത്. ആ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കറിയാം. അതല്ല CPM-ന്റെ വിവരക്കേട്, അല്ലാണ്ട് എന്ത് പറയാനാ? അല്ലെ ഷിജു ഖാൻ പറയട്ടെ. ശരി, ഷിജു ഖാൻ CPM-ന്റെ വിവരക്കേടാണോ? ഞാൻ നേരത്തെ ഒരു മിനിറ്റ് ചോദിക്കാൻ നിന്നാണ്, അതുകൊണ്ട് പറയൂ. അല്ല, ഇവിടെ ശ്രീകുമാറിൻ്റെ പ്രതികരണമൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് പാർലമെൻറ്റിൽ നടന്ന BJP-യുടെ നിലപാടിനെ സംബന്ധിച്ചും രാമക്ഷേത്രത്തെ സംബന്ധിച്ചും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ സംബന്ധിച്ചും ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് കൈരളി ചർച്ച ചെയ്യുമ്പോഴും ആ സമയവും CPIM-നിട്ട് 2 കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് പോലെയാണ് ശ്രീകുമാറിനെ പോലുള്ളവർ കരുതുന്നത്. ഇത് കോൺഗ്രസിൻ്റെ അകത്ത് കാലാകാലങ്ങളായി വളർന്നു വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുകയും അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ ഒരു ധാര കേരളത്തിലെ കോൺഗ്രസിനകത്ത് വളരെ ശക്തമാണ്. അതുകൊണ്ട് ശ്രീകുമാറിനെ പോലുള്ളവർക്ക് ഇന്നത്തെ ചർച്ചയിലും BJP-യെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ 1000 ആവേശം CPIM-നെയും ഇടതുപക്ഷത്തെയും വിമർശിക്കാനുണ്ടാവും. പക്ഷേ ശ്രീകുമാർ, അങ്ങക്ക് ഒരു ഭാഗം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർണാടക, കേരള തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ആ കർണാടകയിലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? കേരളം ഡൽഹിയിൽ നടത്തിയ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കർണാടകയിലെ ഗവൺമെൻറ് പറഞ്ഞത്. പിന്നെ അതോടൊപ്പം AICC-യുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ പ്രസക്തമാണെന്നാണ്. ശ്രീ VD സതീശനേക്കാൾ, ശ്രീ രമേശ് ചെന്നിത്തലയേക്കാൾ, ശ്രീ ശ്രീകുമാറിനേക്കാൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ശക്തമായ ശബ്ദമല്ലേ കർണാടകയിലെ മുഖ്യമന്ത്രിയുടെയും AICC പ്രസിഡന്റിൻ്റെയും? അപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താ മനസ്സിലാകാത്തത്? ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ നിങ്ങളെ പങ്കെടുക്കാൻ ക്ഷണിച്ചതല്ലേ?
ഈ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ കേരളത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവിടെ സമരം നടക്കുമ്പോൾ കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിക്ക് വരാം, ഡൽഹിയുടെ മുഖ്യമന്ത്രിക്ക് വരാം, പഞ്ചാബിലെ മുഖ്യമന്ത്രിക്ക് വരാം, ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന മന്ത്രിക്ക് വരാം. കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിനും ബി ജെ പിയെ ഭയമാണ്. നിങ്ങൾ എന്താണ് ED ഭയക്കുകയാണോ? നിങ്ങൾ CBIയെ ഭയക്കുകയാണോ? നിങ്ങളുടെ നിലപാട് എന്താണ്? CPIMനെയും ഇടതുപക്ഷത്തെയും നിങ്ങൾ വേട്ടയാടുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ പറയുന്നു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് ആണെന്ന്. അതെങ്ങനെ സംഭവിക്കും? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ, BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായ നേതൃത്വം അപ്രകാരമുള്ള പാർട്ടികളുടെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമാണ്. കോൺഗ്രസ് നയിക്കുന്നതാണോ ഇന്ത്യ മുന്നണി, ഇന്ത്യ കൂട്ടായ്മ? അല്ല. ഇന്ത്യയിലെ പ്രാദേശിക ജനാധിപത്യ മതേതര പാർട്ടികളെല്ലാം അതിൽ പ്രസക്തമാണ്. പിന്നെ പ്രധാനമന്ത്രിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ സ്ഥിതിവിശേഷം, രാഷ്ട്രീയ സ്ഥിതിവിശേഷം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ രൂപീകരിക്കുക. ഇപ്പോൾ BJP അധികാരത്തിൽ നിന്ന് മാറ്റുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി, ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചൊന്നും ഒരു സംശയവുമില്ല ശ്രീകുമാർ. കോൺഗ്രസ്സുകാരായിട്ടുള്ള നല്ലവരായ ആളുകൾക്കറിയാമല്ലോ ഒന്നാം UPA ഗവൺമെൻറ് എങ്ങനെ നിലനിന്നു, എങ്ങനെ അധികാരത്തിൽ വന്നു, ഒന്നാം UPA ഗവൺമെൻറ്റിന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ എങ്ങനെയുണ്ടായി. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ തോപ്പിച്ചിട്ടാണ്, UDFനെ തോപ്പിച്ചിട്ടാണ് അന്ന് ഡൽഹിയിലെത്തുന്നത്. അന്ന് ഞങ്ങളുടെ നിലപാട് BJP അധികാരത്തിൽ നിന്ന് മാറ്റുക, ഈ രാജ്യത്തിൻ്റെ പൊതുശത്രുവായ BJP അധികാരത്തിൽ നിന്ന് മാറ്റാനാണ് ഞങ്ങൾ. ഇന്നത്തെ BJP രാഷ്ട്രീയത്തിൽ ആരാണ് വലിയ നിലപാടെടുക്കുന്നത് എന്ന് തന്നെയാണ്, ശരിയായ നിലപാടെടുക്കുന്നതെന്ന് തന്നെയാണ് നമ്മുടെ ചർച്ച. എനിക്ക് വിഷ്ണുവിലേക്കാണ് വരേണ്ടത്. വിഷ്ണു, അപ്പോൾ ഈ കാര്യത്തിൽ കേരളം എടുക്കുന്ന ഒരു നിലപാട് BJPക്കും എത്രമാത്രം പ്രസക്തമാണെന്നുള്ളത് അറിയാലോ. BJP എങ്ങനെയാണ് കേരളത്തെ കാണുന്നതെന്നുള്ളത്, നിങ്ങൾ 5 മണ്ഡലമൊക്കെ പിടിക്കുന്നതൊക്കെ പറയുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഇവിടെ CPM നിങ്ങളെ ഈ രീതിയിലാണ് നിങ്ങൾ എതിർക്കുന്നത്. അതേസമയം കോൺഗ്രസിനെയാണോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസം? UDFലെ പലരെയും ഈ വിരുന്നിന് വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണോ? അല്ല, കേരളത്തിലായാലും രാജ്യത്തിലായാലും കോൺഗ്രസും CPMും ചേർന്നുള്ള INDA സഖ്യമാണ്. ഈ രാജ്യം മുഴുവൻ ഈ സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP മാത്രമേ ഉള്ളൂ. അതിശക്തമായി ഞങ്ങൾ നേരിടുന്നു. പിന്നെ പറഞ്ഞല്ലോ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ BJP മാറ്റിയെന്ന്. മറ്റുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ കേട്ടിരുന്നല്ലോ, ഇടയ്ക്കിടപെട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, ദക്ഷിണേന്ത്യയിൽ ഇന്നും ഏറ്റവും കൂടുതൽ MP പാർലമെന്റിൽ അയച്ച പാർട്ടി BJP ആണ്. BJP എങ്ങനെയാ CPM നേടാൻ പോകുന്നത്? ബംഗാളിൽ BJP നേടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ? ത്രിപുരയിലുണ്ടല്ലോ. കഴിഞ്ഞ 2014 5 ലക്ഷം വോട്ടിന് ജയിച്ച CPM സ്ഥാനാർത്ഥിയുണ്ട് ത്രിപുരയിൽ. ഇന്ന് ആ 2 സ്ഥാനാർത്ഥിയും 19ലേക്ക് വന്നപ്പോൾ പരാജയപ്പെട്ടു. ബംഗാളിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള CPM അംഗങ്ങൾ വട്ടപൂജ്യമാണ്. ഞങ്ങൾ കേരളം ഭരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പാർലമെന്റ് അംഗത്തെ സൃഷ്ടിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അല്ലാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഞങ്ങളെല്ലാം ഓൾ ഔട്ട് ആയി എന്ന് ആരും കരുതണ്ട. ഒരു സംസ്ഥാന ഒരുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഒരൊറ്റ മിനിറ്റ്, ഈ കേരളത്തിൽ നിങ്ങൾ എന്താണ് മുദ്രാവാക്യമായി വയ്ക്കുന്നതെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ രാമൻ്റെ അയോധ്യയെ സംബന്ധിച്ചും അത് നടപ്പിലാക്കിയതിനെ കുറിച്ചും UCCയെ കുറിച്ചും ഒക്കെ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 5 മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്നാണ് അറിയേണ്ടത്. അവിടെയാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ള MP ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അവരെ പ്രേമേന്ദ്രനെ മാത്രമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിരുന്നിന് വിളിച്ചിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ നിങ്ങൾ പറയണ്ടേ? അല്ല, പ്രേമചന്ദ്രൻ ഒരു വിരുന്നിന് വന്നാലുടൻ BJP ആകുമെങ്കിൽ എത്രയോ മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ വിരുന്നിന് വന്നവരൊക്കെ BJP ആയോ? ഞങ്ങളിലേക്ക് വരുന്നവരെ മുഴുവൻ ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സ്വാഗതം ചെയ്യും. അതിന് ഞങ്ങൾ ഒരു രാഷ്ട്രീയ ഭേദവും കാണിച്ചില്ല. ബംഗാളിലുള്ള ഞങ്ങളുടെ MLAമാരിലും MP ബഹുഭൂരിപക്ഷം പേരും മുതിർന്ന CPMകാരാണ്, മുൻ CPMകാരാണ്. ഞങ്ങൾ ആരോടും രാഷ്ട്രീയമായി ഐത്തം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ രാജ്യത്ത് BJPയിലോട്ട് കടന്നു വരുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങളെ ഒരുമിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന INDA സഖ്യം, ആ സഖ്യം തന്നെ ഇന്ന് തകർന്നു കഴിഞ്ഞു. AAP പറഞ്ഞല്ലോ പഞ്ചാബിലും ബാക്കിയുള്ള 18 പേരെയും അല്ലെങ്കിൽ 17 പേരെയും നിങ്ങൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് എന്നാണോ? അവരും നിങ്ങളോടൊപ്പം ഈ അസ്പൃശ്യതയൊന്നും ഇല്ലാതെ ഒരു വിരുന്നിന്റെ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് കൈകൂപ്പിയ മുഖ്യമന്ത്രി VD സതീശൻ ആക്ഷേപിച്ചതുപോലെ നിങ്ങൾ ഒരു വിരുന്നിന്റെ പേര് പറഞ്ഞ് ഒരു MP ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ
BJP മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, എന്ത് അതുകൊണ്ടാണ് മറുപടിയാണ് പറയേണ്ടത്? എന്തിനാണ് അല്ല, എന്തിനാണ് നമ്മുടെ ചർച്ചയ്ക്ക് ഒരു നിലവാരമുണ്ട്. ഒരു പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നൂറാണ് എംപിമാരെ വിളിച്ച കൂട്ടത്തിൽ ബിജെപിയിലേക്ക് BJP-ക്കാരെ വിളിച്ച കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രനെ വിളിച്ചത് എന്നുള്ളത് സ്വാഭാവികമായി രാഷ്ട്രീയമായി അദ്ദേഹം ചോദിച്ചു. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്, പാർലമെന്റിൽ RSPയുടെ നേതാവാണ് അദ്ദേഹം വന്നതിന് എന്താ തെറ്റ്? പ്രധാനമന്ത്രി എത്രയോ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു, പ്രധാനമന്ത്രിയുടെ ഒപ്പം ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിച്ചവരെല്ലാം, ചായ കുടിച്ചവരെല്ലാം, കൈകൂപ്പി നിന്നവരെല്ലാം BJP-ക്കാരാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് എനിക്ക് ഇതേ മനസ്സിലാവുന്നില്ല. വാദമാണോ ശ്രീകുമാർ? ഇതേ വാദമാണ്. കാരണം നമുക്കിത് മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല, 1-2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രേമേന്ദ്രനിൽ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രേമേന്ദ്രനോട് വിരോധമുള്ളതുകൊണ്ടല്ല. എല്ലാവരും ചോദിക്കും 5 മണ്ഡലം BJP-ക്ക് കേരളത്തിൽ ഇങ്ങനെ വലിയ പ്രതീക്ഷയുള്ളപ്പോൾ കൊല്ലമാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. താങ്കൾക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായ ഉത്തരം തരാനുണ്ടോ? ഡോക്ടർ ലാലെ, വെറുതെ നമ്മൾ ഓരോ പഴയത് ഇതിനെ ഓർമ്മിപ്പിക്കുന്നേ. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വിളിച്ച ആളുടെ പേരെന്താ? മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ. ഗഡ്കരിക്ക് സദ്യ കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ. ഇനി വേണോ? ഇതാണ്. എന്നിട്ടാണോ നിങ്ങൾ ഒരു പ്രധാനമന്ത്രി NK പ്രേമചന്ദ്രന്റെ ഉച്ചയൂണിന്റെ സൗഹൃദത്തിന്റെ പേര് വിളിച്ചോ ബഹളം വയ്ക്കുന്നത്? ഗഡ്കരി ഏത് മന്ത്രിയാണെന്നുള്ളത് നമുക്കറിയാം, അമിത്ഷാ ഏത് മന്ത്രിയാണെന്നുള്ളത് അറിയാം, പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അത് നമുക്കറിയാം. പക്ഷെ NK പ്രേമചന്ദ്രൻ എന്ത് പേരിലാണ് അവിടെ പോയി വിരുന്നിനിരുന്നത് എന്നുള്ളത് അറിയണ്ടേ? അത് ജനങ്ങളോട് പറഞ്ഞാൽ മതി. എന്തായാലും അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമേ സംസാരിച്ചില്ല, സൗഹൃദമാണ് സംസാരിച്ചത്. ഞാൻ അതിൽ ചുറ്റിക്കറങ്ങുന്നില്ല. എനിക്ക് രാഷ്ട്രീയമായി 2 കാര്യം പറയാനുണ്ട്. ഇവിടെ CPM പ്രതിനിധി പറഞ്ഞ എന്താണ്? ഈ കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്രത്തിൽ BJP-ക്കെതിരെ ഗവൺമെന്റ് നടത്തിയ സമരത്തെ എതിർത്തു. ഡോക്ടർ ഷിജു ഖാൻ, ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ SFI-കാരനായിരുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അന്ന് അത് വെച്ച് താങ്കൾ വളരെ സ്കൂളിലൊക്കെ ആയിരിക്കാം. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായ AK ആന്റണിയും കൊണ്ട് ഡൽഹി സമരം ചെയ്യാൻ പോയി. 1. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതനെ സമരം ചെയ്യാൻ കൊണ്ടുപോയി. 2. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് VD സതീശനെയും അതുപോലെ തന്നെ ഉപ നേതാവ് കുഞ്ഞാലിക്കുട്ടിയെയും ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ആ ദിവസം LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് VD സതീശൻ ജനദ്രോഹിയാണെന്നാ പറഞ്ഞത്. ഇതാണ് CPM-ന്റെ നിലപാട്. എന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് വിളിക്കും, എന്നിട്ട് അത് ആത്മാർത്ഥതയുള്ള ക്ഷണമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പത്രം പറഞ്ഞാണ്. അല്ല, അത് മലയാളികളെ ദ്രോഹിച്ചുകൊണ്ടാണ്. മലയാളി ദ്രോഹി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, ജനദ്രോഹി എന്ന് പറയാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു എന്തായാലും ഒരു ദ്രോഹി അല്ലല്ല, അങ്ങനെ അത് നമ്മൾ ദ്രോഹം ചെയ്യുന്നതുകൊണ്ടാണ്, മലയാളിക്ക് ദ്രോഹം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, അത് വിശദീകരിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. ഏതാണ്? എന്ത് ദ്രോഹം? പെൻഷൻ കൊടുക്കാൻ പറഞ്ഞോ ദ്രോഹം? അരി കൊടുക്കാൻ പറഞ്ഞോ ദ്രോഹം? അല്ല, സംസ്ഥാനത്തിന് കിട്ടേണ്ട, സംസ്ഥാനത്തിന് ഫെഡറൽ സ്ട്രക്ചറെ മുഴുവൻ തകർക്കുമ്പോ അതിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ വാങ്ങിച്ചു തരണ്ടേ? ഒരു സമരം ചെയ്യണ്ടേ? ഡോക്ടർ ലാൽ, കേരളത്തിലെ MP-മാർ 18 പേര് ഡൽഹി ലോക്സഭയിലെ 5 വർഷമായിട്ട് പ്രസംഗിക്കുകയാണ് കേരളത്തിന് വേണ്ടി. രാജ്ഭവന് മുമ്പില് LDF ഒരു ധർണ നടത്തി. LDF, ഡോക്ടർ ഷിജു ഖാൻ ഓർക്കണം, ആ സമരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. എന്താ പങ്കെടുക്കാതിരുന്നത്? മോദി വിരുദ്ധ സമരമാ. കൂടുതൽ പറയിപ്പിക്കണം എന്നെ കൊണ്ട്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അല്ലേ അരവിന്ദ് കെജ്രിവാൾ വന്ന് അനുമോദിച്ചത്, ഫറൂഖ് അബ്ദുള്ള വന്ന് അനുമോദിച്ചത്, അതുപോലെ മാൻ വന്ന് അനുമോദിച്ചത്? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്ത സമരം അതിനൊക്കെ അപ്പുറമുള്ള സമരമല്ലേ? ഇന്ന് പ്രതിപക്ഷം നടത്തുന്ന ഏറ്റവും വലിയ സമരം അതായിരുന്നില്ലേ ഷിജു ഖാൻ? അവസാനം ശ്രീകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങ് മുൻകാലങ്ങളിലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടും പ്രതിപക്ഷ പാർട്ടികൾ അതോടൊപ്പം പിന്നെ ഭരണകക്ഷിയുമൊക്കെ സഹകരിച്ച് ഡൽഹിയിൽ നടന്ന സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങ് പറഞ്ഞത് നന്നായി. കാരണം ശ്രീ VD സതീശൻ്റെയും ശ്രീ K സുധാകരൻ്റെയും കാലത്ത് ഇന്ത്യയിലെ ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനം നടത്തുന്ന ഒരു പോരാട്ടത്തോടും മുഖം തിരിഞ്ഞു നിന്നവർ എന്നായിരിക്കും ചരിത്രം ഇവരെയൊക്കെ വിളിക്കാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ പരാമർശിച്ചവരെയൊന്നും അങ്ങനെ ഒരു വിളിപ്പേര് അവർക്കില്ല. പക്ഷേ ശ്രീ VD സതീശൻ്റെയും ശ്രീ K സുധാകരൻ്റെയും കാലത്ത് ഇങ്ങനെ ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയവർ എന്ന് ചരിത്രത്തിൽ പേര് കിട്ടും. പിന്നെ ഇവിടെ കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ ആകെ എന്തോ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ കണക്കുകളൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ശ്രീകുമാർ. വളരെ ചുരുക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ട്രഷറി പൂട്ടാതെയും അതോടൊപ്പം ശമ്പളം മുടക്കാതെയും മറ്റാനുകൂല്യങ്ങൾ പിന്നെ ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നിൽക്കുകയാണ്. നികുതി വരുമാനം ഒറ്റ കാര്യം 600 രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ
UDFിൻ്റെ കാലത്ത് നിന്ന് കേരളത്തിൽ ഇപ്പോൾ എത്തുമ്പോൾ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചതും അതോടൊപ്പം UDFിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം പേർക്ക് ആ സുരക്ഷ സാമൂഹ്യ ഇത് ഇന്ത്യയിൽ എവിടെയുണ്ട് വിഷ്ണു? നിങ്ങൾ ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താണ് ഈ പെൻഷൻ ഉള്ളത്? ഇത്രയധികം പേർക്ക് പെൻഷൻ ഉള്ളത് എവിടെയാണ്? ലൈഫ് പദ്ധതി നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയല്ലേ? നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയല്ലേ? കേരളത്തിന് ലഭിക്കേണ്ടുന്ന നികുതി വരുമാനം നിങ്ങൾ മനസ്സിലാക്കണം. ശരി, സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും നേരത്തെ തന്നെ എന്താണ് സംസ്ഥാനത്തിന്റെ ആവശ്യം, അതുപോലെ CPM ഇടതുപക്ഷമൊക്കെ എന്താണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, BJPയെ പിടിച്ചു കെട്ടാൻ എന്താണ് ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ എന്തു തരത്തിലുള്ള സമരമാണ് നടത്തുന്നത് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴെങ്കിലും അവർക്കത് വ്യക്തമായി പറയാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ജനം ഉറ്റുനോക്കുക. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഷിജു ഖാൻ, N. ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് BG വിഷ്ണു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.